90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. നമസ്കാരം. ഷട്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക് താഴോട്ട് 6.49% മുൻ വർഷത്തെ വളർച്ചാ നിരക്ക് 3.45% കുറഞ്ഞു. കോവിഡും പ്രകൃതി ദുരന്തങ്ങളും പ്രതിസന്ധിയായെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. സമ്പദ് വ്യവസ്ഥ 26% ചുരുങ്ങും. തൊഴിലില്ലായ്മ 9%. വിനോദസഞ്ചാര മേഖലയിൽ 25,000 കോടിയുടെ നഷ്ടം. സംസ്ഥാനത്തിന്റെ കടം 2,60,000 കോടിയിലേറെയായി. സംസ്ഥാന ബജറ്റ് നാളെ. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷം നിയമസഭയിൽ. അടിയന്തര പ്രമേയത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ ചോദ്യങ്ങളുമായി PT തോമസ്. പുത്രി വാത്സല്യത്താൽ മുഖ്യമന്ത്രി അന്ധനായെന്ന് വിമർശനം. ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി. കൈകൾ ശുദ്ധമാണെന്ന് ആരുടെ മുന്നിലും തല ഉയർത്തിപ്പിടിച്ച് പറയുമെന്ന് മുഖ്യമന്ത്രി. സഭവേദിയായത് മുഖ്യമന്ത്രിയും PT തോമസും തമ്മിലുള്ള വാക്പോരിന്. മകരവിളക്ക് ദർശനം നടത്തിയ ഭക്തർ. സന്നിധാനത്ത് തിരുവാഭരണം ചാർത്തി മഹാദീപാരാധന നടന്നു. വരുമാനം കുറഞ്ഞതിനെ തുടർന്ന് സർക്കാരിനോട് കൂടുതൽ സാമ്പത്തിക സഹായം തേടി ദേവസ്വം ബോർഡ്. കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്രമന്ത്രി V മുരളീധരൻ. രാജ്യത്തെ 40% കേസുകളും കേരളത്തിൽ. സ്ഥിതി വഷളാക്കിയത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമെന്ന് കുറ്റപ്പെടുത്തൽ. സംസ്ഥാനത്ത് വാക്സിൻ വിതരണത്തിന് മുൻഗണനാ പട്ടികയിലുള്ളവരുടെ രജിസ്ട്രേഷൻ പൂർത്തിയായെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് 5,490 പേർക്ക് കൂടി കോവിഡ്. 3 പേർക്ക് കൂടി ജനിതകമാറ്റം വന്ന കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിൽ പരിശോധിച്ചത് 67,000-ലധികം സാമ്പിളുകൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.11%. 19 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 3,392. പാലാ സീറ്റിന്റെ കാര്യത്തിൽ NCP വിട്ടുവീഴ്ചയ്ക്ക്. രാജ്യസഭാ സീറ്റോ പകരം വാഗ്ദാനമോ വേണമെന്ന് മാണി സി കാപ്പൻ. ചർച്ചകൾക്കായി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഈ മാസം 23-ന് കേരളത്തിലെത്തും. AK ശശീന്ദ്രനെയും മാണി സി കാപ്പനെയും കാണും. PC ജോർജിന്റെ ജനപക്ഷത്തെ UDF ഘടകകക്ഷിയാക്കുന്നതിൽ എതിർപ്പുമായി PJ ജോസഫ്. കാർഷിക നിയമം പഠിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയിൽ നിന്ന് ഭാരതീയ കിസാൻ യൂണിയൻ പ്രസിഡന്റ് ഭൂപീന്ദർ സിംഗ് മാൻ പിന്മാറി. കർഷക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഏത് സ്ഥാനവും ത്യജിക്കാൻ തയ്യാറാണെന്ന് ഭൂപീന്ദർ സിംഗ് മാൻ. ഡൽഹിയിലെ കർഷക സമരം 50-ാം ദിവസത്തിൽ. കേന്ദ്ര സർക്കാരും കർഷകരുമായുള്ള 9ാം വട്ട ചർച്ച നാളെ. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി പിൻവലിച്ചു. ഹർജിയിൽ സാങ്കേതിക പ്രശ്നമുണ്ടെന്നും തള്ളേണ്ടിവരുമെന്നും കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ജസ്ന മരിയ ജെയിംസിനെ കണ്ടെത്തണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ജില്ലാതല പുനഃസംഘടനയും ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിക്ക്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ തിങ്കളാഴ്ച ഡൽഹിയിലെത്തും. സോണിയാഗാന്ധി, താരിഖ് അൻവർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. കരിപ്പൂർ വിമാനത്താവളത്തിലെ 4 കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. നടപടി CBI റെയ്ഡിൽ ക്രമക്കേട് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ. കസ്റ്റംസ് സൂപ്രണ്ടിനും മറ്റ് 3 ഉദ്യോഗസ്ഥർക്കുമെതിരെ കൂടുതൽ അന്വേഷണം. CBI പരിശോധനയിൽ കണ്ടെത്തിയത് കണക്കിൽപ്പെടാത്ത പണവും സ്വർണവും. റിമാൻഡ് പ്രതി ഷഫീഖിന്റെ മരണകാരണം തലക്കേറ്റ ക്ഷതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരിക രക്തസ്രാവവും ജീവൻ അപകടത്തിലാക്കി. പരിക്കുകൾ വീഴ്ചയിൽ സംഭവിച്ചതാണോ മർദ്ദനം കാരണമോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് ബന്ധു 24-നോട്. കസ്റ്റഡിയിലെടുത്തത് കെട്ടിച്ചമച്ച തട്ടിപ്പ് കേസിലെന്നും ആരോപണം. കുതിരാൻ തുരങ്കത്തിന്റെ പണി പൂർത്തിയാക്കുന്നതിൽ ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ചയെന്ന് പൊതുമരാമത്ത് മന്ത്രി G സുധാകരൻ. പണമില്ലെന്ന് നിർമ്മാണ കമ്പനി. ചില കള്ളക്കമ്പനികളാണ് ഇതൊക്കെ നടത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള MPമാരുടെ സഹായത്തോടെ പദ്ധതി പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാരിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താമെന്നും മന്ത്രി G സുധാകരൻ. മദ്യവില കൂട്ടിയതിൽ സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വൻകിട കുത്തക കമ്പനികൾക്ക് വേണ്ടിയാണ് വില വർധനയെന്ന് വിമർശനം. പിൻവാതിൽ ചർച്ച നടന്നത് AKG സെന്ററിലെന്ന് രമേശ് ചെന്നിത്തല. ബെവ്കോ വാങ്ങുന്ന മദ്യവില നിശ്ചയിക്കുന്നത് ഡയറക്ട് ബോർഡാണെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പ് കേസിൽ MC കമറുദ്ദീൻ MLAക്ക് കൂടുതൽ കേസുകളിൽ ജാമ്യം. 25 കേസുകളിൽ കൂടി MC കമറുദ്ദീന് ജാമ്യം ലഭിച്ചു. 11 കേസുകളിൽ കാസർഗോഡ് CJM കോടതിയും 14 കേസുകളിൽ ഹോസ്ദുർഗ് കോടതിയുമാണ് ജാമ്യം നൽകിയത്. നെയ്യാറ്റിൻകരയിൽ ദമ്പതികളുടെ മരണത്തിന് ഇടയാക്കിയ ഭൂമിവാദത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വസന്ത ഭൂമി വാങ്ങിയത് ചട്ടങ്ങൾ ലംഘിച്ചെന്ന് റവന്യൂ വകുപ്പ്. പട്ടയഭൂമി കൈമാറരുത് എന്ന വ്യവസ്ഥ പാലിക്കപ്പെട്ടില്ല. ഭൂമി പോക്കുവരവ് ചെയ്തതിൽ ക്രമക്കേടെന്നും റവന്യൂ വകുപ്പ്. റിപ്പോർട്ടിന്മേൽ പോലീസ് അന്വേഷണം വേണമെന്ന് കളക്ടർ.
ഡോളർ കടത്ത് കേസിൽ വിദേശ മലയാളി വ്യവസായിയെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നു. ദുബായ് കോൺസുലേറ്റ് വഴി കടത്തിയ ഡോളർ കൈപ്പറ്റിയ മലപ്പുറം സ്വദേശി കിരണിനെയാണ് ചോദ്യം ചെയ്തത്. വിദേശ യൂണിവേഴ്സിറ്റിയുടെ ശാഖ ആരംഭിക്കുന്നതിനായി സംസ്ഥാനത്ത് നിന്നും കടത്തിയ പണം ചെലവഴിച്ചതായി കസ്റ്റംസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന് മർദ്ദനം. കണ്ണൂർ കൂടാളി പഞ്ചായത്തിലെ 13-ാം വാർഡിൽ വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി സി മനോഹറിന് മർദ്ദനമേറ്റു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ദിവസമായിരുന്നു ആക്രമണം. CPIM DYFI പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് കോൺഗ്രസ്. എറണാകുളത്ത് പീഡനത്തിനിരയായി പെൺകുട്ടി മരിച്ചതിൽ ദുരൂഹതയെന്ന് കുട്ടിയുടെ അമ്മ. മകൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ശിശുക്ഷേമ സമിതി മാനസികമായി പീഡിപ്പിച്ചുവെന്നും ആരോപണം. സംരക്ഷണ ചുമതല നൽകിയിരുന്നുവെങ്കിൽ പെൺകുട്ടി ജീവിച്ചിരുന്നേനെയെന്നും അമ്മ 24നോട്. ഐ ലീഗിൽ ഗോകുലം കേരള FC തകർപ്പൻ ജയം. പഞ്ചാബിനെ തോൽപ്പിച്ചത് 3-നെതിരെ 4 ഗോളിന്. ഡെന്നിസ് അഗ്യാരയ്ക്ക് ഇരട്ട ഗോൾ. വാഗമൺ നിശാ പാർട്ടി കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് ലഹരി പാർട്ടി സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. ലഹരിക്കടത്തിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ടെന്നും സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട മഹിളാ കോൺഗ്രസ്. കോൺഗ്രസിനോട് 20% സീറ്റ് ആവശ്യപ്പെട്ടെന്ന് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ലതിക സുഭാഷ്. യുവാക്കൾക്ക് പ്രാതിനിധ്യം വേണമെന്ന ആവശ്യവുമായി ചാണ്ടി ഉമ്മൻ. മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം പാർട്ടി എടുക്കുമെന്നും പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം പ്രശസ്ത ഗായകൻ വീരമണി രാജുവിന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സമ്മാനിച്ചു. ശബരിമല സന്നിധാനം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് ഹരിവരാസനം പുരസ്കാരം സമ്മാനിച്ചത്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദേശീയ വാർത്തകൾ. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 16,946 പോസിറ്റീവ് കേസുകളും 198 മരണവും. രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് 1,05,12,000 പേർക്ക്. ഡൽഹി രോഹിണിയിൽ വ്യാജ കോൾ സെന്റർ നടത്തിയ 3 പേർ പിടിയിൽ. ഭൂപേഷ് ഗുപ്ത, പ്രശാന്ത് മോഹിത് കുമാർ എന്നിവർ പിടിയിലായി. ഇവരുടെ പക്കൽ നിന്നും 10 മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറും പിടികൂടി. സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനം അഡ്വക്കേറ്റ് ദുഷ്യന്ത് ദവെ രാജിവെച്ചു. അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടെയാണ് രാജി. ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാറായ സാഹചര്യത്തിൽ വെർച്വൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരുന്നു. വിഷയത്തിൽ എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ് രാജി. രാജ്യത്തിന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയാൽ ശക്തമായ മറുപടി നൽകാൻ സൈന്യത്തിന് കരുത്തുണ്ടെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അയൽ രാജ്യങ്ങളുമായി സൗഹൃദപൂർവ്വമായ അന്തരീക്ഷം തുടരാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ചൈനയുമായുള്ള പോരാട്ടം ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതാണെന്നും പ്രതിരോധ മന്ത്രി. ഡൽഹി സഫ്ദർജംഗ് ആശുപത്രിയിൽ തീപിടുത്തം. 4-ാം നിലയിലെ നഴ്സിംഗ് റൂമിലാണ് തീപിടുത്തമുണ്ടായത്. കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന നിഗമനം. അഗ്നിശമന സേന എത്തി തീയണച്ചു. കർഷക സമരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. സർക്കാർ കർഷകരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണോ കോർപ്പറേറ്റുകളാണോ എന്ന് വ്യക്തമാക്കണം. കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതരാകണമെന്നും രാഹുൽ ഗാന്ധി. പുതിയ കാർഷിക നിയമങ്ങൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായതെന്ന് തൃണമൂൽ കോൺഗ്രസ്. രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ കാരുണ്യത്തിനായി കർഷകർ കാത്തിരിക്കേണ്ട സാഹചര്യമെന്ന് വിമർശനം. ജനവിരുദ്ധ കാർഷിക നിയമങ്ങൾ കേന്ദ്ര സർക്കാർ ഉടൻ റദ്ദാക്കണമെന്നും ആവശ്യം. രാജ്യത്ത് 83 തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ അനുമതി നൽകിയതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 45,700 കോടി രൂപ ചെലവിലാണ് വിമാനങ്ങൾ വാങ്ങുന്നത്. പുതിയ വിമാനങ്ങൾ രാജ്യത്തെത്തിക്കുന്നതിലൂടെ 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും രാജ്നാഥ് സിംഗ്. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടിന് തുടക്കമായി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് സംസ്ഥാനത്ത് ആഘോഷം നടക്കുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ. ഡൽഹിയിൽ പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ചുമതലകളിൽ നിന്ന് സംസ്ഥാനത്തെ അധ്യാപകരെ ഒഴിവാക്കുമെന്ന് സർക്കാർ തീരുമാനം. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ച പശ്ചാത്തലത്തിൽ അനുമതിയില്ലാതെ അധ്യാപകർക്ക് ചുമതലകൾ നൽകരുതെന്ന് നിർദ്ദേശം. രാജ്യത്ത് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 31-ന്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് 30-ന് ദേശീയ ഇമ്മ്യൂണൈസേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. 17-നായിരുന്നു നേരത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണം നിശ്ചയിച്ചിരുന്നത്. മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായി. പ്രതികളിൽ ഒരാൾ പെൺകുട്ടിയുടെ ബന്ധു. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ്. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി പ്രത്യേക പരിശീലനം സംഘടിപ്പിച്ച് ഡൽഹി NSG കമാൻഡോ സംഘം. പ്രത്യേക വാഹനങ്ങളും നൂതന ഉപകരണങ്ങളും വിന്യസിച്ചായിരുന്നു പരിശീലനം.
തമിഴ് നേതാവ് ജോസഫ് പരാരാജ സിംഗത്തെ കൊലപ്പെടുത്തിയ കേസിൽ മുൻ വംശീയ നേതാവും പാർലമെന്റ് അംഗവുമായ ശിവനേസദുരൈ ചന്ദ്രകാന്തിനെ മോചിപ്പിച്ചു. പാർലമെന്റ് അംഗമായത് ജയിലിൽ കഴിയവേ പ്രസിഡന്റ് ഗോതബയ രാജപക്സെയുടെ പാർട്ടി സഖ്യത്തിൽ മത്സരിച്ച് കേസിൽ മറ്റ് 4 പേരെ കൂടി മോചിപ്പിച്ചു. തെലങ്കാനയിൽ ഓൺലൈൻ വായ്പാ തട്ടിപ്പ് കേസിൽ 3 പേർ അറസ്റ്റിൽ. പിടിയിലായവരിൽ ഒരാൾ ചൈനീസ് പൗരൻ. 105 മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തു. 30 കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്നും പോലീസ്. ഡൽഹിയിൽ കോഴിയിറച്ചി വിൽപ്പനയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ച സർക്കാർ. തീരുമാനം മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കാത്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ നടപടികളുടെ ഭാഗമായി പരിശോധന തുടരുമെന്നും സർക്കാർ. ശ്രീനഗറിൽ 8 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തി. പലയിടങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ച തുടരുന്നു. ശ്രീനഗർ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. അന്താരാഷ്ട്ര വാർത്തകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ജനപ്രതിനിധി സഭ ഇംപീച്ച് ചെയ്തു. പ്രമേയത്തെ പിന്തുണച്ച് 10 റിപ്പബ്ലിക്കൻ അംഗങ്ങളും ട്രംപ് കലാപത്തിന് ആഹ്വാനം ചെയ്തെന്ന് ജനപ്രതിനിധി സഭ. US കോൺഗ്രസ് 2 തവണ ഇംപീച്ച് ചെയ്യുന്ന ആദ്യ പ്രസിഡന്റായി ട്രംപ്. സമാധാനത്തിന് ആഹ്വാനവുമായി ഡൊണാൾഡ് ട്രംപ്. ചൈനയിലെ വുഹാനിൽ കൊറോണ വൈറസിന്റെ ഉദ്ഭവം പഠിക്കാനെത്തിയ WHO സംഘത്തിലെ 2 പേർക്ക് ചൈന അനുമതി നിഷേധിച്ചു. കോവിഡ് ആന്റിബോഡി ടെസ്റ്റ് പോസിറ്റീവായതോടെയാണ് അനുമതി നിഷേധിച്ചത്. പഠനത്തിനായി എത്തിയത് 10 അംഗ സംഘം. അമേരിക്കൻ ക്യാപിറ്റോൾ അക്രമത്തിൽ പങ്കെടുത്ത നീന്തൽ താരത്തിനെതിരെ അറസ്റ്റ് വാറന്റ്. ഒളിമ്പിക് സ്വർണ്ണമെഡൽ ജേതാവായ ക്ലീറ്റ് കെല്ലറിനെതിരെ നീതിന്യായ വകുപ്പാണ് അറസ്റ്റ് വാറന്റ് പുറത്തിറക്കിയത്. ക്യാപിറ്റോൾ അക്രമത്തിലെ ദൃശ്യങ്ങളിൽ നിന്നാണ് കെല്ലറിനെ തിരിച്ചറിഞ്ഞത്. ഫ്രാൻസിൽ കോവിഡ് വ്യാപനം രൂക്ഷം. 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തത് 23,800-ലധികം കേസുകൾ. ഈ മാസം 6 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത്. ഇന്തോനേഷ്യയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 21. അപകടത്തിൽപ്പെട്ട 19 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കനത്ത മഴയെ തുടർന്നാണ് ജനവാസ മേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ആഫ്രിക്കൻ യൂണിയൻ 270 ദശലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്യും. കോവാക്സ് പദ്ധതിയുടെ ഭാഗമായാണ് യൂണിയനിൽ അംഗങ്ങളായ രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകുന്നത്. ഏപ്രിൽ-ജൂൺ മാസത്തോടെ 50 ദശലക്ഷം ഡോസ് വാക്സിൻ എത്തിക്കാനാണ് പദ്ധതിയെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ. RSS ഭീകര സംഘടന നിരോധിക്കണമെന്ന് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ. UN സുരക്ഷാ സമിതിക്ക് മുന്നിലാണ് പാകിസ്ഥാന്റെ പ്രതിനിധി മുനീർ അക്രം ഇക്കാര്യം സൂചിപ്പിച്ചത്. കടലിൽ തകർന്നു വീണ ഇന്തോനേഷ്യൻ വിമാനത്തിലുണ്ടായിരുന്ന ആളുകളുടെ മൃതദേഹത്തിനായുള്ള തെരച്ചിൽ വീണ്ടും ആരംഭിച്ചു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഇനിയും കണ്ടെത്താനായില്ല. അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. റഷ്യയിലേക്ക് മടങ്ങിയെത്തിയാൽ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി 3 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന അഭിഭാഷകൻ. നവൽനിയെ പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അടുത്തയാഴ്ച റഷ്യയിലേക്ക് മടങ്ങുമെന്ന് നവൽനി പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയിൽ ക്യാൻസർ മരണനിരക്കിൽ കുറവ്. ക്യാൻസർ സൊസൈറ്റി പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് കുറവ് രേഖപ്പെടുത്തിയത്. 2017 മുതൽ 2018 വരെയുള്ള കണക്കിൽ രേഖപ്പെടുത്തിയത് 2.4% കുറവ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ നേടി വിജയം സാക്ഷ്യപ്പെടുത്തിയ US കോൺഗ്രസ് അംഗങ്ങൾ വധഭീഷണി നേരിടുന്നതായി റിപ്പോർട്ട്. ഇന്ത്യൻ വംശജനായ ജനപ്രതിനിധി സഭാംഗം റോ ഖന്നയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അഴിമതി കേസിൽ ദക്ഷിണ കൊറിയൻ മുൻ പ്രസിഡന്റിന്റെ തടവ് ശിക്ഷ ശരിവെച്ച് സുപ്രീം കോടതി. ദക്ഷിണ കൊറിയയിലെ ആദ്യ വനിതാ പ്രസിഡന്റായിരുന്ന പാർക്ക് ഗിയോൺ ഹെക്കിനെയാണ് 20 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. 2017 അഴിമതി കേസിൽ ഗിയോൺ ഹെ അറസ്റ്റിലായത്. ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ തീപിടുത്തം. നിരവധി വീടുകൾ കത്തിനശിച്ചു. 3500 അഭയാർത്ഥികൾക്കായി ഐക്യരാഷ്ട്രസഭ നിർമ്മിച്ചു നൽകിയ വീടുകളാണ് കത്തിനശിച്ചത്. തുർക്കിയിൽ നിന്നുള്ള 1400ഓളം കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമെന്ന് ഗ്രീസ്. ഏഷ്യൻ ദ്വീപിലെത്തിയ കുടിയേറ്റക്കാരെയാണ് മടക്കി അയക്കുന്നത്. കുടിയേറ്റം സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയ കരാർ തുർക്കി പാലിക്കണമെന്ന് ഗ്രീസ് ആവശ്യപ്പെട്ടു. ഇന്തോനേഷ്യയിൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മൃഗഗുഹയിൽ നിന്ന് പെയിന്റിംഗ് കണ്ടെത്തി പുരാവസ്തു ഗവേഷകർ. 45,000-ലധികം പഴക്കം പെയിന്റിംഗിനുണ്ടെന്ന വിലയിരുത്തൽ. സുലവേസി ദ്വീപിലെ വിദൂര താഴ്വരയിലെ ലിയാങ് ഡെഗോങ്ടെ ഗുഹയിലാണ് ചിത്രം കണ്ടെത്തിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. സ്ഥാനമൊഴിഞ്ഞ ശേഷം വിശ്രമ ജീവിതം നയിക്കുന്ന ബെനഡിക്ട് 16 കോവിഡ് വാക്സിനേഷന്റെ ഭാഗമായി. എല്ലാവരും വാക്സിൻ സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. മസ്കറ്റിലെ മലയാളികളടക്കമുള്ള സാധാരണക്കാരുടെ ആശ്രയമായിരുന്ന റൂബി സ്റ്റാർ സിനിമാ തിയേറ്റർ തുറന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 10 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തിയേറ്റർ തുറന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് കാണികളെ പ്രവേശിപ്പിക്കുന്നത്.
രാജ്യത്ത് കൂടുതൽ കോവിഡ് പ്രതിരോധ വാക്സിനുകൾക്ക് അനുമതി നൽകുന്നതിനെക്കുറിച്ച് പഠനം നടത്തി വരികയാണെന്ന് സൗദി അറേബ്യ. നിലവിൽ സൗദിയിൽ അംഗീകാരമുള്ളത് ഫൈസർ ബയോടെക് വാക്സിൻ മാത്രമാണെന്നും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് ജനറൽ അതോറിറ്റി പ്രസിഡന്റ്. 6 മാസത്തിലധികമായി ഒമാന് പുറത്തുള്ളവർക്ക് ഇനി തിരികെ വരണമെങ്കിൽ പുതിയ തൊഴിൽ വിസ നിർബന്ധമെന്ന് റോയൽ ഒമാൻ പോലീസ്. കോവിഡ് പശ്ചാത്തലത്തിൽ വിസ നിയമനത്തിൽ നൽകിയിരുന്ന വിസ ഇളവുകൾ നിർത്തലാക്കുകയായിരുന്നു. തുറമുഖങ്ങളിലും സ്വദേശീവൽക്കരണ പദ്ധതി പ്രഖ്യാപിച്ച് സൗദി അറേബ്യ. രാജ്യത്താകമാനമുള്ള തുറമുഖങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. സൗദി പോർട്സ് അതോറിറ്റിയും മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയവും സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അജ്മാനിലെ വെയർഹൌസിൽ കവർച്ച നടത്തിയ 5-അംഗ സംഘം പിടിയിൽ. വെയർഹൌസിൽ നിന്ന് 65,000 ദിർഹവും സിഗരറ്റ് പാക്കറ്റുകൾ, എനർജി ഡ്രിങ്കുകൾ എന്നിവ മോഷ്ടിച്ച സംഘമാണ് പിടിയിലായത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ബ്രൈറ്റൺ എഫ്സിക്കെതിരെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ജയം. വിജയം മറുപടിയില്ലാത്ത ഒരു ഗോളിന്. സിറ്റിക്കായി വിജയഗോൾ നേടി ഫിൽ ഫോഡൻ. ലീഗിൽ ഇന്ന് ആഴ്സണൽ ക്രിസ്റ്റൽ പാലസിനെ നേരിടും. തായ്ലൻഡ് ഓപ്പണിൽ വനിതാ സിംഗിൾസ് 2ാം റൗണ്ടിൽ സൈന നെഹ്വാളിന് തോൽവി. തായ്ലൻഡിന്റെ ബുസ്നാനോട് 1-നെതിരെ 2 സെറ്റുകൾക്കാണ് സൈന പരാജയപ്പെട്ടത്. സ്കോർ 23-21, 14-21, 16-21. ISLൽ ഇന്ന് FC ഗോവ ജംഷഡ്പൂരിനെ നേരിടും. മത്സരം അല്പസമയത്തിനകം ഗോവ പറ്റോള സ്റ്റേഡിയത്തിൽ. വീണ്ടും 100 ന്യൂസിലേക്ക് ഇനി നോക്കാം ജില്ലാ വാർത്തകൾ. 100 ട്രാൻസ്ജെൻഡറുകൾക്ക് സ്കോളർഷിപ്പ് തുക അനുവദിച്ച് ഉത്തരവിട്ടതായി ആരോഗ്യ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി KK ശൈലജ. തുടർ വിദ്യാഭ്യാസത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള 100 പേർക്കാണ് 10.71 ലക്ഷം രൂപ സ്കോളർഷിപ്പായി അനുവദിച്ചത്. സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരമാണ് സ്കോളർഷിപ്പ്. പ്രസ് ഫോട്ടോഗ്രാഫർ R. വിവേകിന്റെ പിതാവ് രാമചന്ദ്രൻ നായർ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. അന്ത്യം ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. രാജേശ്വരി ഭാര്യയാണ്. സംസ്കാരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു. കൊല്ലത്ത് കുപ്രസിദ്ധ മോഷ്ടാവ് വടിവാൾ വിനീത് പിടിയിൽ. മോഷ്ടിച്ച കാറിൽ യാത്ര ചെയ്യവേ ചടയമംഗലത്ത് വെച്ചാണ് വിനീതിനെ പിടികൂടിയത്. കഴിഞ്ഞ നവംബറിൽ എറണാകുളത്തെ കോവിഡ് സെന്ററിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് NTPC കേന്ദ്രീയ വിദ്യാലയം അടച്ചു പൂട്ടുന്നതിനെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിന് നേതൃത്വം നൽകി ഗാർഡിയൻസ് ഓഫ് ദ നേഷനും പേരന്റ്സ് അസോസിയേഷനും. വിദ്യാർത്ഥികൾ ഒപ്പിട്ട ഹർജി പ്രധാനമന്ത്രിക്കും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കും കൈമാറും. സംസ്ഥാന പാതയിൽ കോടികൾ മുടക്കി സ്ഥാപിച്ച സോളാർ ലൈറ്റുകൾ നശിക്കുന്നു. പൊൻകുന്നം പാലാ തൊടുപുഴ റോഡിൽ സ്ഥാപിച്ച ലൈറ്റുകളാണ് നശിച്ചത്. ലൈറ്റുകൾ പുനഃസ്ഥാപിക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്ന് പരാതി. മുണ്ടക്കയത്ത് ചുമതലയേറ്റ ജനപ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടിക്ക് തുടക്കം. പരിശീലനത്തിന് നേതൃത്വം നൽകിക്കില്ല. കോവിഡ് സാഹചര്യത്തിൽ ഓൺലൈനായാണ് പരിശീലനം. ഇടുക്കി ചേലച്ചുവട് ക്ഷീരോത്പാദന സഹകരണ സംഘത്തിന്റെ പുതിയ ചില്ലിംഗ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം മേഖലാ ചെയർമാൻ ജോൺ തെരുവത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. 5000 ലിറ്റർ സംഭരണശേഷിയുള്ള ബൾക്ക് മിൽക്ക് കൂളറാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. എറണാകുളം ജില്ലയിലെ പഞ്ചായത്തുകളിൽ നിന്നും തരംതിരിച്ച അജൈവ മാലിന്യ ശേഖരണം ആരംഭിച്ചു. മാലിന്യ ശേഖരണ ക്യാമ്പിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് ചോറ്റാനിക്കരയിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR രാജേഷ് മാലിന്യവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്ത് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാലടി തിരുവൈരാണിക്കുളം സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ചൊവ്വര സ്വദേശി വിനീഷ്, വെങ്ങോല സ്വദേശി ഷാജി എന്നിവർ. എറണാകുളം അങ്കമാലി പാറക്കടവ് സുഗർമ്മ പാചക ഭോജനശാലയുടെ ശിലാസ്ഥാപനം നടന്നു. കേരള എക്സ്പ്ലോസീവ് ഡെപ്യൂട്ടി ഡയറക്ടർ R. വേണുഗോപാൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. ചടങ്ങിൽ സേവാഭാരതിയുടെ വിവാഹ ധനസഹായ വിതരണവും നടന്നു. തൃശൂരിൽ മോഷണക്കേസ് പ്രതികളായ സഹോദരങ്ങൾ അറസ്റ്റിൽ. പിടിയിലായത് മണ്ണാർക്കാട് സ്വദേശികളായ ഷെമിൻ, ഷെറിൻ, പ്രിൻസ് എന്നിവർ. 3 പേർ പിടിയിലായത് ഗുരുവായൂരിലെ ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനിടെ. കുന്നംകുളം നഗരസഭാ താലൂക്കിലെ 15 വാർഡുകളിൽ പകർച്ചവ്യാധികൾക്കെതിരെ കലാജാഥ ആരംഭിച്ചു. കലാജാഥ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാക്സിനേഷന്റെ പ്രാധാന്യം അവതരിപ്പിച്ച് ലഘു നാടകം അവതരിപ്പിച്ചു. തൃശൂർ ജില്ലയിൽ 446 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 432 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. ജില്ലയിൽ 402 പേർക്ക് രോഗമുക്തി.
പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് കോവിഡ് വാക്സിൻ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങിയതായി DMO. ജില്ലയിൽ എത്തിച്ചത് 30,870 ഡോസ് കോവിഡ് വാക്സിൻ. ജില്ലയിലെ 5 കേന്ദ്രങ്ങളിലേക്കാണ് വാക്സിൻ മാറ്റുന്നത്. മലപ്പുറം പൊന്നാനി കോടതി സിവിൽ സ്റ്റേഷനിലെ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് നടപടി. കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് 34 ലക്ഷം രൂപ അനുവദിച്ചു. കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലാണ് കെട്ടിടം. എടപ്പാൾ ചേകനൂരിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് 125 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതി പിടിയിൽ. അറസ്റ്റായത് ചങ്ങരംകുളം പെരുമുക്ക് സ്വദേശി മൂസക്കുട്ടി. ഇയാൾ ഇവരുടെ ബന്ധുവാണ്. കവർച്ച ചെയ്ത സ്വർണം കണ്ടെത്തിയെന്ന് സൂചന. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഡയാലിസിസ് മെഷീൻ ഫാർമാവിംഗ്സ് കൂട്ടായ്മ സൗജന്യമായി കൈമാറി. പെരിന്തൽമണ്ണ അൽ ഷിഫ കോളേജ് ഓഫ് ഫാർമസിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഫാർമാവിംഗ്സ്. ചടങ്ങ് ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം തിരുനാവായ ഭവൻ സ്കൂളിന് മുന്നിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ. കോവിഡ് സാഹചര്യത്തിൽ ഫീസ് ഇളവ് അനുവദിക്കാത്ത സ്കൂൾ മാനേജ്മെന്റ് നടപടിക്കെതിരെ പ്രതിഷേധം. പേരന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജേഷ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് പരപ്പനങ്ങാടി മഞ്ചേരി സംസ്ഥാന പാതയിൽ കുഴി രൂപപ്പെട്ടു. ഊരകം കരിമ്പീൽ പാതയുടെ ഒരു ഭാഗത്താണ് യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്ന വിധം കുഴി രൂപപ്പെട്ടത്. 2 വർഷത്തോളമായി ജലനിധി പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി വെട്ടിപ്പൊളിച്ച റോഡ് ടാറിട്ട് നന്നാക്കാത്ത സ്ഥിതിയിലാണ്. മലപ്പുറം വള്ളിക്കുന്ന് കടലുണ്ടി പുഴയിൽ ഒരുക്കുന്ന സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം അശാസ്ത്രീയമെന്ന് പരാതി. പുഴ കയ്യേറിയാണ് ഇവിടെ നിർമ്മാണം നടക്കുന്നതെന്ന് നാട്ടുകാർ. ഇറിഗേഷൻ വകുപ്പിന്റെ 17 ലക്ഷം രൂപ ചെലവിലാണ് ഇവിടെ സുരക്ഷാ ഭിത്തി ഒരുക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ പ്രാദേശിക മെഡിക്കൽ എഞ്ചിനീയറിംഗ് മൊബൈൽ ലേണിംഗ് ആപ്പ്